യേശുവിൽ പ്രിയപ്പെട്ടവരെ, തീർത്തും ജഡിക അഭിലാഷത്തിൽ ദൈവിക ചിന്തയില്ലാതെ മാനുഷികമായ വ്യാപാരത്താൽ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവർ മാംസത്തിൽ നിന്ന് ജനിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തോട് പങ്കുചേർന്ന് പ്രാർത്ഥനയോടെ ആത്മീയ അഭിലാഷത്തോടെ മക്കളുണ്ടാകുമ്പോൾ അവർ ആത്മാവിൽ നിന്ന് ജനിക്കുന്നവരാണ്. ജഡത്തിൽ നിന്ന് ജനിക്കുന്നവരെ പലപ്പോഴും നിയന്ത്രിക്കുന്നത് ജഡമായിരിക്കും, ജഡത്തിൻ്റേതായ പ്രവണതകളായിരിക്കും. ഈ ലോകത്തിൻ്റേതായ പ്രവണതകൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവൃത്തികൾ നമുക്ക് വിലയിരുത്താനും മുൻകൂട്ടി കാണാനും പറ്റിയെന്ന് വരാം. എന്നാൽ ആത്മാവിലും ജനിക്കുന്നവരെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക് അവർ പോകുന്നു, അവർ വരുന്നു. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി ഒന്നും നിശ്ചയിക്കാനാവില്ല അവർ എവിടേക്ക് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നൊക്കെ. പിന്നെ നമ്മൾ തീർത്തും നമ്മുടെ ശരീരത്തിൻ്റേതായ ആഗ്രഹങ്ങളനുസരിച്ച് മാത്രം പ്രവർത്തിക്കുമ്പോൾ മനസ്സും ഹൃദയവുമൊക്കെ അകലെ നിന്ന് മാനുഷികമായ ചിന്തയോടെ മാത്രം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ ആ ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ഫലങ്ങളായിരിക്കും. എന്നാൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവമഹത്വത്തിനായി, ദൈവ ഇഷ്ടമനുസരിച്ച് ആത്മീയ ചിന്തയോടെ ചെയ്യുമ്പോൾ ആ പ്രവൃത്തികളുടെ ഫലങ്ങൾ ആത്മാവിലും ജനിക്കുന്ന ഫലങ്ങളായിരിക്കും. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.